തന്നെ ഇതെനിക്കാ വന്നേ. മോളില് വന്നപ്പോഴുണ്ടല്ലോ ഓടിപ്പോയി എന്താ ചേട്ടന്റെ അടുത്ത് വാങ്ങാതിരുന്നത്. അത് പറഞ്ഞിട്ടില്ല ഗായ്സ്. വാവാറ്റിക്ക് കൊറേ അഹങ്കാര. ഇതെനിക്ക് തന്ന വാവാറ്റി, ഇതെനിക്ക് താ. ഇല്ല. ഓ എന്റെ മോനെ കളി തന്നെ. ഓ വലിയ ആളായിപ്പോയി വാറ്റ. ആരാ ഗായ്സ്? ഇപ്പം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടായിയാണ് കേട്ടോ ഈ ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓ അതെ, എന്റെ ബർത്ത്ഡേന്റെ ആ ഒരു ടൈമിലാണ് ഇത് കിട്ടിയത്. മുമ്പ് മറ്റേ കള്ളനെ പിടിക്കാറ്റേ. അതാ കടിക്കുന്നു. ശരിക്കും എന്റെയാ, കാരണം എനിക്കാണിത് ഫസ്റ്റ് കിട്ടിയത്. പേരറിയില്ല ആയിക്കോട്ടെ. കൊറിയർ വാങ്ങിയ ആൾക്കാണ് സ്വന്തം അല്ലേ മക? അവർക്കാണിത് സ്വന്തം. അത് പറഞ്ഞല്ലോ കുഞ്ഞാച്ചി. ഇത് എന്റെയാണ് ശരിക്കും, അതുകൊണ്ട് ഞാൻ എടുക്കുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് ഓടുന്നേ. അറിയാതെ എനിക്കാണ് കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് തന്ന മോനെ. ഇത് ഭയങ്കര കഷ്ടത്തോടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനും കരയാൻ പോവാ. അൺബോക്സ് ചെയ്യാം. സാരില്ലടാ, എന്തോ ഡ്രസ്സാണോ തോന്നുന്നത്. നല്ല സൂപ്പർ ആയിട്ട്. വാവ് ഗായ്സ്, ഇത് ബർത്ത്ഡേ പ്രസന്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കണ്ടില്ലേ, നോക്ക്, നന്നായി ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കവറും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. സത്യം പറഞ്ഞത് പൊട്ടിക്കാൻ തോന്നുന്നില്ല കേട്ടോ. പൊട്ടിക്കണ്ട. ഈ തവളക്കുഞ്ഞിന് എന്താണ് നോക്കുതാ. വാവ്, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഈ കവർ എനിക്ക് മോസ്റ്റ് ആയിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് തന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടായിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ചേട്ടായി. ഈ ഒരു അടിപൊളി ഗിഫ്റ്റിന് ഒരുപാട് താങ്ക് യു. എന്താന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാല്ലേ. അപ്പൊ ഞാൻ കയ്യില് നമ്മുടെ എന്താ പറയാ ആളും കോടാലിയും കത്രികയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളെന്തിനാ വിളിക്കുന്നത്? ഞാൻ വിളിച്ചോളൂ. ഈ ഗിഫ്റ്റിന് ഒരുപാട് അവകാശികളാണ് ഇപ്പൊ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഞാനാണ് എടുത്തത്. ഇത് മുറിക്കുമ്പോ വിഷമം വരുവാ. എന്താ നിനക്ക് ആർത്തിയ? എന്താണ്? നിന്റെ അല്ല, വാവാറ്റന്റെ ഗിഫ്റ്റ്. എനിക്ക് എന്നാ തരും. എന്തേലും നടക്കുവോ? അറിയില്ല. അഭ്യാസം കളിക്കല്ലേ. അസൂയ കേട്ടോ ഗിഫ്റ്റ് വന്നതിന്. ആ കണ്ട, അസൂയാന്ന് തന്നെ പറയാ. ഇതെന്നെ തിന്നാൻ നോക്കണോ? നീ സഹായിക്കോ കൊച്ചേ? ഇക്കളി ആക്കല്ലേ. എടാ സഹായിക്കോങ്ക. വേണ്ട, സഹായിക്കണ്ട. ഈ കൊച്ചു കളിച്ച ഇപ്പൊ എന്നെ കത്രിക കിട്ടില്ലായിരുന്നു. ആട്ടി കാക്കനിട്ട് കളം തെപ്പിക്കാ ചെല്ല്. ഗായ്സ്, ഇതെന്താ തോരനറി. ഈ ആർത്തിക്ക് എന്നാണ്? എന്റെ ദൈവമേ. എടാ നിനക്കെന്ത് ഞരമ്പേ? ഇതിനെ വീട്ടില് ഞാൻ പൂട്ടിയിട്ടെ. അവിടെ എങ്ങാനും പോയിരി. എനിക്ക് ടി വി കാണണം കുഞ്ഞാച്ചി. പോയി കണ്ടോ? ഇനി ടി വി ആരാ കാണണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് വീഡിയോ എടുക്കണം മങ്ക. എടാ എന്താ അത്? വാവാറ്റിക്ക് വന്ന ഗിഫ്റ്റാന്ന് പറഞ്ഞില്ലേ? നിനക്കല്ല ഗിഫ്റ്റ് വന്നത്. ഇല്ല, വാവാറ്റിക്ക് വന്ന ഗിഫ്റ്റ് ആണ്. നമ്മളിതാ ഒരുവിധം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലെ കവർ എന്തായാലും റിമൂവ് ചെയ്യാം. വരുന്നില്ലല്ലോ. മോസ്റ്റ് തന്നെ. ഈ കവർ ഇതിനെ ഞാൻ ഒന്ന് കൊണ്ടിരുത്തട്ടെ. അനങ്ങാതെ അവിടെ നിന്നോണേ. അനങ്ങി എന്റെ അടുത്ത് അടി വാങ്ങും, ഞാൻ പറഞ്ഞേക്കാം. വയങ്കിളിക്കിട്ട് നല്ല അടി കിട്ടൂട്ടോ. അതിന്റെ ഫസ്റ്റ് കവർ റിമൂവ് ചെയ്തു കേട്ടോ. അപ്പൊ നല്ല രസം. എന്താണ്? നല്ല കളർ കോമ്പിനേഷൻ, യെല്ലോയും വൈറ്റും. അതെ. നമുക്കിത് ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞല്ലോ. കത്തി കുത്തി. കത്തി കുത്തിക്കോട്ടെ.
ഇവിടെ വെക്കാട്ടോ. നമുക്ക് എടുക്കാം. ഓ ആയിക്കോട്ടെ. അപ്പൊ ഇനി ഇതാണ് നമുക്ക് കത്തിയന്തി കടിച്ചങ്ങ് പൊട്ടിക്ക് പൊട്ടാ. അതാ മണ്ണ്. അത് എന്നോടുള്ള ഇഷ്ടം കാരണം അങ്ങ് മണ്ണ് എനിക്ക് കൂട്ടി തിന്നാണ്. എന്റെ ദൈവമേ, ആണോ? പതുക്കെ അടിക്കുക കൊതുകിനെ. കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങി വന്നിരുന്നു. ഇത് ആർത്തി പണ്ടാരം പങ്ങനാണല്ലോ. ശോ, എന്താണ് ഈ കൊച്ചിന്? ശോ, ഈ കൊച്ചിന് എന്താണ്? അതോ ഞാൻ പറയട്ടെ, സമയത്ത് സ്കോണ്ടോക്കാട്ട് അതിന്റെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പല രോഗങ്ങളും അങ്ങനെ കാണാം. അങ്ങനെ മാത്രല്ല ഞങ്ങൾക്കും ഇത് മോസ്റ്റ് കലിഭൂതം. ഞാൻ പാവല്ലേ ഗായ്സ്, എനിക്ക് അങ്ങനെയൊക്കെയാണോ പറ്റേ? ആർത്തി കൊച്ചേ, അയ്യോ ഡ്രസ്സല്ലേ? ഞാൻ ഓർത്ത ഡ്രസ്സാന്നാ. ഇതെന്താ? അയ്യോ അങ്ങനെ കാണിക്കല്ലേ. എന്തത്? ക്ലോക്കോ? അടിപൊളി ക്ലോക്ക് ആണ് കേട്ടോ. സൂചിയൊക്കെ ചാടിപ്പോയോ? ഞാൻ നേരെ പിടിച്ച് കാണിക്കല്ലോ. ദൈവമേ, ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ അതാ എന്റെ സൂചിയൊക്കെ ചാടി വരുന്നു. നമ്മളെ ക്ലോക്കിന്റെ സൂചി പോയി. വെക്കത് എന്റെ മോനെ. അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ. ബാറ്ററി ഇടുന്നത് എന്റെ വാവാറ്റെ സീൻ. മോസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ഗിഫ്റ്റ്. ഞാടാ നീ ഉടുത്തോടാ. ഇനി അതോ സാരി ആയിട്ട് വേണോ അതോ ബ്ലൗസ് ആയിട്ട് വേണോ? എന്റെ മോനെ, ക്ലോക്കിന്റെ ബാറ്ററി ആണ് ഈ കാണുന്നത്. ഏത്? ഇവിടെ ബാറ്ററി വെച്ചിട്ടുണ്ട്. ബാറ്ററി ഉണ്ട്. നമുക്ക് എങ്ങനെയത് പ്രവർത്തിപ്പിച്ചാലോ? നമുക്കെന്നാ പ്രവർത്തിപ്പിക്കാറുണ്ട്. ഗായ്സ്, അപ്പൊ വാവാറ്റയുടെ തലയുള്ള ക്ലോക്കാണ് ഇനി നമ്മൾ ഓടാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. എന്റെ മോനെ അടിപൊളി. വാവാറ്റെ ഒന്ന് കാണിക്ക് നോക്കട്ടെ. അത് തിന്നോ? പങ്കൻ അന്താളിച്ചു പോയി ഗൈസ്. പങ്കൻ അന്താളിച്ചു പോയി ഗൈസ്. അമ്മച്ചിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. വാച്ചല്ലാത്ത ക്ലോക്കില്ല. ഓണത്തിന് ക്ലോക്ക് വാങ്ങണമെന്ന് ഭയങ്കര പറച്ചിലായിരുന്നു. അതോ അത് ഇനിയിപ്പം ഞാൻ പറഞ്ഞായിരിക്കും. ഇത് പിടിക്കാം. പിടിച്ചോ? പിടിക്കത്. നൈസിലെടുത്തോട്ടോ. Yes, I think the glass അല്ല. ഗ്ലാസ് അല്ല. ശരിക്കും കണ്ടോട്ടോ. ഇതേ തല തന്നെയാണോ നോക്കിച്ചോ. ക്ലാസിഫൈ ചെയ്തോ. ഇത് കുറച്ച് സ്ലിമ്മാ. ഇപ്പൊ ഞാൻ കുറച്ച് ചബ്ബി ആയിട്ടുണ്ട്. അതാണ് വലിയ ക്ലോക്കിന്റെ. ഞാൻ ഇടാം. ബാറ്ററി ഇടാം. വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാറ്ററി ഇടാം. ഗിഫ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ അടിപൊളിയായിരിക്കും. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് സാരിയോ അല്ലെങ്കിൽ സെറ്റും മുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സാന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെയാണോ? ഓ മൈ ഗോഡ്, ടൈം ഇപ്പൊ എത്രയായി? സമയം ഇപ്പൊ എത്രയായി? എന്റെ വാച്ച് സമയം നോക്കടാ. സമയം ഇപ്പം 3:46. അതിവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം. 3:46 അല്ലേ? 45 എന്റെ മോനെ, സേഫ് ആയിട്ട് പിടിക്കണേ. നിലത്ത് വീണാ വാറ്റേ ഞാൻ ശരിയാക്കുവാ വാറ്റേനെ. എന്റെ മോനെ അടിപൊളി. തീരെ ജീവനുള്ള വാച്ച്. ജീവനുള്ള വാച്ച് അല്ല, ഇത് കയ്യിൽ കിട്ടിയാലോ? ആ ഒരു കയ്യില്. ഓ സമയം നോക്ക്. അസൂയ എടുത്തിട്ട് കാര്യമില്ല, കാരണം വാവാറ്റിന്റെ തലയാണ് ഞാൻ തോന്നിയേക്കില്ല. അപ്പൊ നിനക്ക് എന്റെ തല ഞാൻ ഒട്ടിച്ചു വെക്കോളാം. അതാ ശരിയാ. തല ഒന്നാമത് മുരട്ടകളാന്ന് പറഞ്ഞോണ്ടാടാ. വാവാറ്റിക്കുള്ളത് ഞങ്ങൾക്കും കൂടിയാ. അപ്പൊ അത് ഞങ്ങളുടെയാ. എല്ലാവർക്കും ഉപകരിക്കുന്ന യൂസ്ഫുൾ ആയ ഗിഫ്റ്റ്. ടൈം എന്ന് പറയുന്നത് അത്രയും പ്രീഷ്യസ് ആണ്. പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല.
ഇത് ഇങ്ങനെ വർക്കാവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാനോർത്ത് ഇങ്ങനെ നമ്മൾ ഈ ഫോട്ടോ പോലെയാണ് ഞാൻ ഓർത്തത്. പക്ഷെ ഇത് ഓടുന്ന ഞാൻ തീരെ ഇതൊക്കെ നേരന്നേ അമ്മേ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇത് ഓടുന്നു. അടിപൊളി കേട്ടോ. കറക്റ്റ് ഈ ഷേപ്പാണ്. അല്ല പൊട്ടാ, ഇങ്ങനെ വെച്ചാലും മതി. എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇനിയിപ്പോ തലയും കുത്തി ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും വാട്ടിന്റെ തല നേരെയാണ്. ഞാൻ പറയുമ്പോ ഈ സമയങ്ങളൊന്നും പാടില്ലായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടു നിഗമിക്കുക. ഞരമ്പെടുക്കല്ലേ ചില ഷോപ്പിൽ പോയപ്പോ ഈ കൊച്ചിപ്പോ നിലത്തിടിക്കും. എല്ലാരും ക്ഷമിച്ചേക്ക. ആരുടെ സിബിട്ടിട്ടില്ലായിരുന്നു. ഒരു സിബിട്ടില്ല. ഓളനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീൻസ് ഇട്ടാ സിബ് ഇട്ടിട്ടാ ബട്ടൺസ് എല്ലാം പാടുള്ളൂന്ന്. വെറുതെ ചേട്ടന്മാരെ കണ്ണാളിച്ചത്. ഇപ്പൊ വിജയൻ ചേട്ടനോട് പറഞ്ഞു. ശരി, എന്റെ ദൈവമേ രക്ഷയില്ല. താങ്ക് യു സോ മച്ച് ഉണ്ണികൃഷ്ണൻ ചേട്ടാ ഈ വണ്ടർഫുൾ ഗിഫ്റ്റിന്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തല കാണാൻ. അപ്പൊ ഇതാ കുറച്ച് തെർമോക്കോളിന്റെ ഉള്ളിരുന്നുണ്ട്. കുറച്ച് പൊടിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നൈസ്ലി ഇങ്ങനെ നന്നായി അതെടുത്ത് അറിയാത്തത്. തുണിയൊന്നും പറഞ്ഞറിഞ്ഞാൽ തീർന്നേനെ. അത്ര സേഫ് ആയിരുന്നു കേട്ടോ സത്യം. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ, കൂൾ, ഓസം, ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. അതെ, അമേസിംഗ്, സ്റ്റണ്ണിങ് എല്ലാ വാക്കും നമുക്ക് യൂസ്. ജോർജിയസ്. യെസ്, അത്രയും ബ്യൂട്ടിഫുൾ. ഗോർജിയസ് ആണ്. മോർജിയസ്, മാർവലസ്, മോർജിയസ്, ബ്യൂട്ടിഫുൾ, 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 ബ്യൂട്ടിഫുൾ. ഓക്കെ, അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചേട്ടായിക്ക്, ഉണ്ണികൃഷ്ണൻ ചേട്ടായിക്ക് ഒരുപാട് താങ്ക് യു ചേട്ടായി ഈ ഗിഫ്റ്റ് തന്നതിന്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. മോസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടായി. അപ്പൊ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ സൂപ്പർ ഫുള്ളായിട്ടുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ. വാവ്, അടിപൊളി. ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്കിനി എന്ത് ചെയ്യാം, അമ്മമ്മേനെ അമ്മച്ചീനെയൊക്കെ കാണിച്ചു കൊടുക്കാം. അവരാരും കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു കവർ കണ്ടപ്പോ നമ്മൾ സത്യം പറഞ്ഞു അവരുടെ റിയാക്ഷൻ നോക്കണേ. വേണ്ട, റിയാക്ഷൻ വേണ്ട. സത്യം പറഞ്ഞാൽ എന്റെ റിയാക്ഷൻ കാണും. നീ ഒന്ന് നമ്മൾ ഓർത്തത് എന്താണെന്നറിയോ, ഡ്രസ്സാണെന്നാണോ? ഞാൻ ഓർത്ത് സാരിയാന്നാണേ. നമ്മുടെ അധികം വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സാരിയോ അല്ലെങ്കിൽ എന്താ പറയാ സെറ്റുമുണ്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഓർത്തത്. പക്ഷെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ ഓർത്തതേ അല്ല. ഇപ്പൊ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടും അതുപോലെ നമ്മുടെ ക്ലോക്കില് നിൽക്കുന്ന ഈ ഫോട്ടോയിലെ സ്പോട്ടും ഒന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഇതാ ഈ മരവാഴ എല്ലാം കാണാൻ പറ്റും. ആ ചെടി ഇപ്പോഴും നോക്ക്, ഇതാ ഇപ്പൊ ഫ്ലവറും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഫോട്ടോയിൽ ആ ഫ്ലവർ കറക്റ്റ് ആയിട്ടുണ്ട്. അതാ നമ്മുടെ കുളം ബാക്ക് സൈഡിൽ കാണാം. അന്ന് നമ്മുടെ കുളത്തിന് നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ നെറ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരേ സ്പോട്ടിൽ നിന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ, ഈ ഫോട്ടോ അല്ലെ ഈ ക്ലോക്ക് ഫോട്ടോയിന്റെ വീഡിയോ അൺബോക്സ് ചെയ്തതും അല്ല ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തതും അതേ സ്ഥലത്ത് നിന്നിട്ടാണ് ഈ ഫോട്ടോ എടുത്തതും. അത്രയും എന്താ പറയുക, മോസ്റ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ പിക്ക് എനിക്ക് തോന്നുന്നു 2024 വിഷുവിന് എടുത്ത പിക്കാന്നാ തോന്നുന്നത്. പക്ഷെ കഴിഞ്ഞ വിഷുവിന് നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല. റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അപ്പം എടുത്ത പിക്കാണ് കേട്ടോ. നമ്മുടെ കയ്യിലേക്ക് കണിക്കൊന്ന എല്ലാം ഉണ്ട്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്കാണ്. അപ്പം എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയി തോന്നി. അപ്പം അതേ സ്പോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ന് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും നമ്മൾ എടുത്തത്. എന്തായാലും നല്ല മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മുടെ കുട്ടിമണിക്ക് വരെ ഗിഫ്റ്റ് സൂപ്പർ കൂളായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പൊ എനിക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നമ്മുടെ ഗിഫ്റ്റ്. അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു. ഇങ്ങനൊരു ഗിഫ്റ്റ് ഞാൻ വീണ്ടും പറയാണ്, തീരെ എക്സ്പെക്ട് ചെയ്തതല്ല. എന്താ പറയാ, ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അത് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താന്നുള്ളത്. ഇങ്ങനെയല്ലേ മനസ്സിലായത് ക്ലോക്ക് ആയിരുന്നു എന്ന്. അടിപൊളിയായിട്ടുള്ള പ്രഷ്യസ് ആണ് നമ്മുടെ ടൈം. അതുപോലെ ടൈമാണ് നമുക്ക് തന്നേക്കുന്നത്. എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആണ്. അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് ആണ്. അപ്പൊ വീണ്ടും
നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടാക്ക് താങ്ക് യു പറയാണ്. ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ല. ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗിഫ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.